ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ വറുത്തെരിശ്ശേരിയാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടാവുന്ന ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ എരിശ്ശേരി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു മത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വൻപയർ, അതായത് മമ്പയറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തേങ്ങ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഈ തേങ്ങയുടെ പകുതി നമ്മൾ പച്ചക്ക് അരച്ചിട്ടും ബാക്കി പകുതി വറുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഈ മത്തന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ മത്തൻ്റെ തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ മത്തങ്ങയുടെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മമ്പയർ ഞാനിവിടെ ഒരു 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിപ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പയർ നിങ്ങളൊരു 4 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ. ഈ പയർ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പയർ വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ ലാസ്റ്റ് പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഈ പയറും മത്തനൊക്കെ വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ പയർ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. മത്തനേക്കാളും പയറിന് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് പയർ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. പയറിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ പയർ വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വീണ്ടും 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. നമ്മളിത് ആദ്യം പയർ 2 വിസിൽ വരെയും പിന്നെ മത്തൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 2 വിസിൽ വരെ, അങ്ങനെ മൊത്തത്തിൽ നമ്മളിത് 4 വിസിൽ വരെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെടുത്ത തേങ്ങയിൽ നിന്നും പകുതി ചിരകിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരൊറ്റ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് കുരുമുളക് പൊടിയാണുള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ പയർ വേവിച്ചെടുത്തപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. മത്തന് മധുരം ഉണ്ടായതുകൊണ്ട് എരിശ്ശേരിക്ക് കുറച്ചൊക്കെ എരിവ് വേണം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കൂലേ, അതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ കൂട്ടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. മത്തനും പയറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്.
നിങ്ങൾക്ക് മത്തൻ്റെ കഷ്ണങ്ങൾ ഉടക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഉടക്കണം എന്നില്ല കേട്ടോ. എനിക്ക് മത്തൻ്റെ കഷ്ണങ്ങൾ ഉടച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിക്ക് തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് സ്മൂത്തായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാതെ നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് തേങ്ങ അരച്ച് ചേർക്കണം എന്നില്ല കേട്ടോ, കാരണം നമ്മളിതിൽ കുറച്ച് തേങ്ങ വറുത്തിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ തേങ്ങാക്കൂട്ടും മത്തനും പയറൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ആ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ട് വന്നാൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ല പോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കുക. തേങ്ങ കൂടുതൽ വറുത്ത് ചേർക്കും തോറും നമ്മുടെ എരിശ്ശേരിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അത് വിചാരിച്ചിട്ട് ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മളിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ പകുതി അളവിൽ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ തേങ്ങ റോസ്റ്റായി വരുമ്പോഴേക്കും കറിവേപ്പിലയുടെ ആ പച്ച കളർ അങ്ങോട്ട് പോകും. അപ്പോൾ കറിവേപ്പില പച്ച കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. കറിവേപ്പില പച്ച കളറിൽ തന്നെ എരിശ്ശേരിയിൽ കിടക്കുമ്പോൾ എരിശ്ശേരി കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ കളർ ഒന്നുകൂടി ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പോൾ തേങ്ങ നല്ലപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിനെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഈ വറവ് ചൂടോട് കൂടിയിട്ട് തന്നെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ വറവ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം കേട്ടോ, എന്നാലേ ഈ കറിവേപ്പിലയുടെയും തേങ്ങയുടെയും ഒക്കെ ഫ്ലേവർ ഈ എരിശ്ശേരിയിലേക്ക് നല്ല പോലെ ഇറങ്ങുകയുള്ളൂ. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ എരിശ്ശേരി ഇരിക്കാനായിട്ട്. 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയും വൻപയറും കൊണ്ടുള്ള വറുത്തെരിശ്ശേരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ എരിശ്ശേരി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.